ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൊല്ലം ഓണം ഇല്ലാത്ത ആരൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒത്തിരി ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് 15 വർഷമായിട്ട് 10 വർഷമായിട്ട് അങ്ങനെ ഓണം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കമൻറ്റ് ഓരോന്നിങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ചെയ്യണതും അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഞാനതിങ്ങനെ ഓരോന്നിങ്ങനെ വായിക്കുകയും അതുപോലെ തന്നെ അതിനകത്ത് കുറേ പേർക്കൊക്കെ കമൻറ്റ് തിരിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേർക്കൊക്കെ ഇതുപോലെ ഓണം ഇല്ലാത്തവരും ആഘോഷിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് കുറേ കമൻസും കുറേ ലൈക്കൊക്കെ കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. വേറെ കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഇത്രയും ലൈക്കും കമൻറ്റൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കുറേ പേരൊക്കെ ലൈക്കും പിന്നെ കുറേ പേരൊക്കെ അതിനകത്ത് കുറേ ഓണത്തിൻ്റെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കരുത്. ഓണം നമുക്ക് ഇപ്പം ആ സമയത്ത് ഒരു കൊല്ലം നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ നമുക്ക് പിന്നത്തെ സമയത്ത് നമ്മൾ മാക്സിമം ആഘോഷിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ആഘോഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്താണ് ആരാണ് പോണതെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളെ വിട്ടു പോയ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മളാണെങ്കിലും പോവാം. അപ്പം പോണ മനുഷ്യൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മാക്സിമം നമ്മളുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ കൂടെ ഉള്ളവരുടെ കൂടെ നമ്മൾ ഓണം ആഘോഷിക്കാനും അതുപോലെ എവിടെയെങ്കിലും പോകാനും അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് ഈ ഓണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഞാൻ ഓണത്തിന് മിസ് ചെയ്യുന്നത് എൻ്റെ ചെറുപ്പത്തിലാണ് കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്താണ് ഞാൻ ശരിക്കും ഓണത്തിന് മിസ് ചെയ്യുന്നത്. ഓണവും വിഷുവൊക്കെ വന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നു, അതുപോലെ കുളിച്ച് കാവിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പഴം പുഴുങ്ങിയതും പാൽച്ചായ ആയിരിക്കും കേട്ടോ എൻ്റെ ഭക്ഷണം. അന്നത്തെ ആ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെയൊക്കെ ആയിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ചോറ് കഞ്ഞി അതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണം. അതൊക്കെ പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് സദ്യ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഉച്ചയ്ക്ക് സദ്യ. അപ്പോൾ ശരിക്കും അതൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.